ഗോപിനാഥൻ കോട്ടുപറമ്പിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഗോപിനാഥൻ കോട്ടുപറമ്പിൽ, പെൻഷൻ പട്ടികയിൽ അനർഹർ കയറിക്കൂടിയത് എങ്ങനെയായിരിക്കും? എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? ഇപ്പോൾ വിജിലൻസ് അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, സാധാരണ നിലയ്ക്ക് പെൻഷൻ ഇപ്പോൾ ഒരു 3-4 കൊല്ലം മുമ്പ് ധനകാര്യ കമ്മീഷന്റെ തേടി വന്നിരുന്നു 52 പേരുടെ. അപ്പൊ എവിടേക്കാന്ന് ചോദിച്ചിട്ട് അവർ എൻക്വയറി എടുത്തിരുന്നു. എൻക്വയറി എടുത്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഇവിടെ കൊടുത്തിരിക്കണോ അറിയില്ല. അതിൽ അനർഹരായത് കണ്ടെത്തിയിരുന്നു. അത് റിപ്പോർട്ട് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ അവർ കൊടുത്തിട്ടുണ്ടോ എന്ന് കൃത്യതല്ല. കൊടുക്കാനുള്ള ചാൻസ് കാണാനില്ല. കൊടുത്തിട്ടുണ്ടോ തോന്നുന്നില്ല. നമ്മളൊരിക്കലും അനർഹമായ ആൾക്കാരുടെ പെൻഷൻ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുക്കില്ലല്ലോ. അപേക്ഷ കൊടുത്താൽ തന്നെ അങ്ങനെ അന്വേഷണം വന്നാൽ തന്നെ RI റിപ്പോർട്ട് ഉണ്ടാവും, കൗൺസിൽ വരും, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അപ്പൊ വരില്ല. RI ഒക്കെ റവന്യൂ ഇൻസ്പെക്ടറൊക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുന്നതാണ്. പിന്നെ എനിക്കത് പറയാനുള്ളത് എന്താ വെച്ചാൽ 2000 മുന്നേ 3 ലക്ഷമായിരുന്നു വരുമാന 3 ലക്ഷമായിരുന്നു പെൻഷന്റെ വരുമാന പരിധി. പിന്നെയാണ് അത് 1 ലക്ഷമാക്കി. അപ്പൊ 3 ലക്ഷം വരുന്ന സമയത്ത് ആൾക്കാർ ഗുണഭോക്താവായിട്ട് മാറിയിട്ടുണ്ട് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ. കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ അതാണ് പ്രശ്നം. ശ്രീ ഗോപിനാഥൻ താങ്കളുടെ വാർഡിൽ ശ്രീ ഗോപിനാഥൻ അതിലൊരു വ്യക്തത വേണം. അതിനുവേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ 7ാം വാർഡിൽ 1 ലക്ഷത്തിലേക്ക് വാർഷിക വരുമാന പരിധി താഴ്ത്തിയതിനു ശേഷം നേരത്തെ ഉയർന്ന വരുമാന പരിധി ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആളുകൾ തുടരുന്നുണ്ട്. അതാണ് അവിടുത്തെ പ്രശ്നം. അതല്ല, അങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അങ്ങനെ 3 ലക്ഷം വെച്ചിട്ടുണ്ടെങ്കിൽ 3 ലക്ഷത്തിന്റെ വരുമാന പരിധി വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്ന സമയത്ത് 1 ലക്ഷത്തിന്റെ വരുമാന പരിധി, ആ വരുമാന പരിധി വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കണ്ടേ? എങ്കിലല്ലേ അതാകുള്ളൂ. വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ? അപ്പോഴല്ലേ 1 ലക്ഷത്തിന്. അപ്പോൾ ഒരു ജില്ലയുടെ സർട്ടിഫിക്കറ്റ് 1 ലക്ഷത്തിന് അപ്പുറം കിട്ടില്ല. ഈ സർട്ടിഫിക്കറ്റ് ആരാണ് കൊടുത്തത്? താങ്കൾക്ക് അറിയാമല്ലോ. വില്ലേജ് ഓഫീസറാണല്ലോ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഈ വില്ലേജ് ഓഫീസർ ഒരേ ആള് തന്നെയാണോ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവിടെ തുടരുന്നത്? ഒരേ വ്യക്തിയാണോ? മാറി വരുമല്ലോ. അതിൽ രാഷ്ട്രീയമായിട്ടുള്ള റെക്കമെൻഡേഷന് വേണ്ടി വരില്ലേ ശ്രീ ഗോപിനാഥൻ? അല്ലാതെ വില്ലേജ് ഓഫീസർ ചെയ്യുമോ? അയ്യോ, റെക്കമെൻഡേഷൻ ചെയ്ത് വില്ലേജ് ഓഫീസർ റെക്കമെൻഡ് ചെയ്യാൻ കുടുങ്ങി പോയില്ലേ? പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്? കാശ് കൊടുത്താൽ കിട്ടുമോ? നടത്തിയില്ല. 1 ലക്ഷത്തിന്റെ ഇതിന്റെ പരിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 സ്ക്വയർ മീറ്ററിന് താഴെ വീട്, കാർ ഉണ്ടാവരുത്, AC ഉണ്ടാവരുത്. അവർക്കൊക്കെ വരുമാന ക്ഷേമ പെൻഷൻ പല തരത്തിലുള്ള ക്ഷേമ പെൻഷൻ അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ മാനദണ്ഡമുള്ളത്? 2000 സ്ക്വയർ മീറ്റർ, കാറുകള്, AC കൾ, ഇത് 3 പ്രധാനപ്പെട്ടത്. നിലവാരം നോക്കും. അങ്ങനെ നോക്കിയിട്ട് അതൊന്നും ഇല്ലെങ്കിൽ തന്നെ പെൻഷൻ അനുസരിച്ച് കൊടുക്കുള്ളൂ സാധാരണ. അങ്ങനെ സാധാരണ വരുള്ളൂ. അങ്ങനെയുള്ള വെരിഫിക്കേഷൻ ഒന്നും അവിടെ ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ താങ്കളുടെ വാർഡിൽ നടന്നിട്ടില്ലേ? വെരിഫിക്കേഷൻ നടന്നിട്ട് അപ്രൂവൽ ചെയ്യുള്ളൂ. ഓരോ പെൻഷൻ കയറുമ്പോഴും വെരിഫിക്കേഷൻ നടത്തണം. റവന്യൂ ഇൻസ്പെക്ടർ നടത്തും. റവന്യൂ ഇൻസ്പെക്ടർ നടത്തിയതിനു ശേഷം പിന്നെ എങ്ങനെയാണ് ഇത്രയും പേർ ആ പട്ടികയിൽ വന്നത് ശ്രീ ഗോപിനാഥൻ? അയ്യോ, വാർഡിൽ ഞാൻ വിചാരിച്ച് നടക്കുന്നതല്ലാതെ ഇത് ഞാൻ വിചാരിക്കാതെ നടക്കും. ഒരാൾക്കാർ രാഷ്ട്രീയ സെൻസിറ്റീവ് ആളായിട്ട് രാഷ്ട്രീയത്തിലെല്ലാവരും ഈ പെൻഷൻ അന്വേഷിക്കാൻ കൊടുക്കും. താങ്കളുടെ ആദ്യത്തെ ടൈമാണോ ഇത് ശ്രീ ഗോപിനാഥൻ? 7ാം വാർഡിൽ താങ്കളുടെ ആദ്യത്തെ ടൈമാണോ? 20 വർഷമായി ഞാൻ ഗവൺമെന്റായിട്ട്. അപ്പോ താങ്കൾക്ക് അറിയാമല്ലോ അവിടെ എങ്ങനെയാണ് ഈ പട്ടികയിലൊക്കെ ആളുകൾ കയറുന്നതെന്ന്. അല്ല, പട്ടികയിൽ കയറുന്നത് സാധാരണ കുറെ വർഷങ്ങളായി വരുന്നതല്ലേ ഈ പട്ടികയിൽ. ഇതുവരെയുള്ള ഒരുപാട് വർഷങ്ങളായിട്ട് അവർ ഒരുപാട് മുൻനിര പെൻഷൻ സ്ത്രീകളൊക്കെ ഉണ്ട്, വളരെ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ഇതൊന്നും ഇല്ലാത്ത ഈ 3 കേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 കേസിൽ ഇല്ലാത്ത കുറെ ആൾക്കാർ പെൻഷൻ കിട്ടില്ലേ? അപ്പൊ അങ്ങനെ പെൻഷൻ വരില്ലേ? ഈ മാനദണ്ഡം സർക്കാരിന്റെ മാനദണ്ഡം 3 മാനദണ്ഡം പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. അതിൽ ഇല്ലാത്ത അധികം ആൾക്കാരുണ്ടാവില്ല. അപ്പൊ പെൻഷനും അപേക്ഷിക്കും, പെൻഷൻ കിട്ടുള്ള ഞങ്ങൾക്ക് അപേക്ഷിക്കും, കൊടുക്കും. അത്രയുള്ളതില്ല. AC ഉണ്ടെങ്കിൽ കൊടുക്കില്ല എന്ന് ഉറപ്പാണ്. AC പിന്നെ മുൻകാലഘട്ടങ്ങളിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്, മുൻകാലഘട്ടങ്ങളിൽ ഈ മാനദണ്ഡങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ സാധാരണ സർക്കാർ അന്നത്തെ 3 ലക്ഷം വരുമാന പരിധി AC മുന്നേ കൊടുത്ത സമയത്ത് AC ഒരു മാനദണ്ഡമല്ലായിരുന്നു. അന്ന് കൊടുക്കുന്ന സമയത്ത് പെൻഷൻ കാലത്ത് ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് കട്ട് ചെയ്യാനുള്ള സംവിധാനം സർക്കാരിന്റെ ഇല്ലാതാണല്ലോ. പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കട്ട് ചെയ്തില്ല. പിന്നെ അത് കട്ട് ചെയ്യേണ്ട ചാൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മസ്റ്ററിങ് ചെയ്യുമ്പോഴും മസ്റ്ററിങ് ചെയ്യുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ അങ്ങനെ ഒരു ശതമാനം ആൾക്കാർക്ക് കട്ടിട്ട് പോകും. അപ്പൊ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് വരുമാന പരിധി വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ പറ്റില്ല. കാരണം പെൻഷൻ വാങ്ങുന്ന പല ആൾക്കാരും വേറെ എന്തെങ്കിലും മക്കളെന്തെങ്കിലും ഉദ്യോഗസ്ഥരായിട്ടുണ്ടാവും റേഷൻ കാർഡിന് പോകില്ല. അപ്പൊ അവർ സ്വാഭാവികമായിട്ടും മസ്റ്ററിങ്ങും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റില്ല. അപ്പൊ ഹാജരാക്കണ്ട. അങ്ങനെ ഒരുപാട് കേസ് ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ മസ്റ്ററിങ് ചെയ്യേണ്ട, അങ്ങനെ വന്ന കേസുകളിൽ മസ്റ്ററിങ് ചെയ്യേണ്ട, ഒഴിവാക്കാൻ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമാണ്. വളരെ നന്ദി ഗോപിനാഥൻ പ്രതികരിച്ചതിന്. 7ാം വാർഡ് കൗൺസിലറാണ് നമ്മളോട് പ്രതികരിച്ചത്. നഗരസഭയുടെ പരിധിയിൽ വരുന്ന ക്രമക്കേടുകൾ അത് 7ാം വാർഡിൽ കണ്ടെത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭരണവകുപ്പുകൾക്ക് ആ നിർദ്ദേശം നൽകിയിരിക്കുന്നു.